അദ്ദജ്ജാലു അഅ്വറുൽ ഐനിൽ യുസ്റാ. അഅ്വറു ഐനിൽ യുസ്റാ, ഇടത്തെ കണ്ണ് അഅ്വറായ ആളാണ്, കോങ്കണ്ണനാണ് ദജ്ജാൽ. വലത്തെ കണ്ണാകട്ടെ കണ്ണില്ലതാണ്. കണ്ണുണ്ട് കണ്ണില്ല, കണ്ണുണ്ട് കണ്ണില്ല എന്നാൽ അവന് വ്യക്തമായ ചില അടയാളങ്ങൾ പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് പറയാൻ പോണത്. വലത്തെ കണ്ണിന്റെ അവിടെ ഒരു തരം ലഫീറത്താണ്, ഒരു തരം ഇറച്ചിയുടെ ഒരു കഷ്ണം ഇങ്ങനെ തുറച്ചു നിൽക്കും. ഇടത്തെ കണ്ണിൽ നിന്നേ കാണുള്ളൂ. കോങ്കണ്ണൻ. അതിന് തന്നെ കുഴപ്പമുണ്ട്. വലത്തെ കണ്ണ് മൂടിയിട്ടുണ്ട്, ഇടത്തെ കണ്ണ് ഇങ്ങനെ തുറന്നിട്ടുണ്ട്. അതാണ് ആ ഇടത്തെ കണ്ണിലൂടെ മാത്രമേ അവൻ കാണുകയുള്ളൂ. അതവൻ്റെ അടയാളാണ്. പുണ്യ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജുഫാലു ശഅരി, നല്ല ചുരുണ്ട മുടിയുള്ള ആളാണ് ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി. പുണ്യ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുർവ്യാഖ്യാനം നടത്തണമെങ്കിൽ ഇതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വരും. നല്ല ചുരുണ്ട മുടിയുള്ള ആളാണ് ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും ഈ ഹദീസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഅന്ന ദജ്ജാൽ മംസൂഖത്തുൽ ഐനി അലൈഹാ ളുഫ്റത്തുൻ ഗലീള മക്തൂബുൻ ബൈന ഐനിഹി കാഫിർ യഖറഉഹു കുല്ലു മുസ്ലിമിൻ കാതിബിൻ വഗൈരി കാതിബിൻ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വായിക്കാൻ കഴിവുള്ളവനും വായിക്കാൻ കഴിവില്ലാത്തവനും തിരിച്ചറിയാവുന്ന വിധത്തിൽ അവന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ കഫറ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസും സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. ഇവിടെ പറഞ്ഞത് മുഅ്മിനായ ആളുകൾക്ക് അത് വായിക്കാൻ കഴിയും. മുഅ്മിനായ അയാൾ എഴുത്തറിയട്ടെ എഴുത്തറിയാതിരിക്കട്ടെ. അപ്പൊ തിരിച്ചറിയാനുള്ള ഈ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്ന വസ്വഹീഹു അല്ലദി അലൈഹിൽ മുഹഖഖൂന അന്ന ഹാദിഹിൽ കിതാബ അലാ ളാഹിരിഹ. ഇതിന് ഇങ്ങനെ തന്നെയാണ് അർത്ഥം വെക്കേണ്ടത്. അവിടെ എഴുത്തുണ്ട് തന്നെയാണ് അർത്ഥം വെക്കേണ്ടത്. അല്ല ആ എഴുത്തിനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ എന്തോ സൂചന പറഞ്ഞതാകും എന്ന് വിചാരിക്കരുത്. ശറഹ് മുസ്ലിമിൽ ഈ ഹദീസിന്റെ വ്യാഖ്യാനം വഅന്നഹ കിതാബത്തുൻ ഹഖീഖ ജഅലഹ അല്ലാഹു ആയതൻ വഅലാമത്തൻ മിനൽ അലാമാത്തിൽ ഖാതിഅ ലിൽ മുഅ്മിനീൻ. വിശ്വാസികൾക്ക് തിരിച്ചറിയാം. ശ്രദ്ധിക്കണേ. ഉറങ്ങരുത്. ഇത്രയും വലിയ ഗൗരവമുള്ള വിഷയം പറയാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇനിയാണ് കഥ കിടക്കുന്നത്. അതായത് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഅ്മിനായ മനുഷ്യന് അവനെ വായിക്കാൻ കഴിയുന്നതാണ്. അവ എഴുത്തുണ്ട്, എഴുത്ത് തന്നെ, പക്ഷെ എല്ലാവർക്കും വായിക്കാൻ കഴിയില്ല. മുഅ്മിന് അത് വായിക്കാൻ കഴിയും. മുഅ്മിനിന്റെ കണ്ണൊരു പ്രത്യേക കണ്ണാണ്. ഇന്നലിൽ മുഅ്മിനി അർബഅത അയുനിൻ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനിന്റെ മുഖകാന്തിയെ പേടിക്കുവിൻ, അവന്റെ കണ്ണിലൂടെ വരുന്നത് അള്ളാഹുവിന്റെ പ്രകാശമാണ് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ നോട്ടം ഇങ്ങനെ നോക്കിയാലറിയാം. ഒറ്റ നോട്ടം. കണ്ണിയത്തിന്റെ അടുത്ത് പഠിക്കാൻ വന്നു ചേകനൂർ. അപ്പോൾ ദർസൊക്കെ ചൊല്ലി കൊടുത്തു. പക്ഷെ കൂടെയുള്ള കുഞ്ഞബ്ദുള്ള എന്ന തൻ്റെ വിദ്യാർത്ഥിയോട് പറഞ്ഞു, ശ്രദ്ധിക്കണേ, അത് ശരിയായ കുട്ടിയല്ല, അവൻ്റെ കൂടെ കൂട്ടരുത് എന്ന് പറഞ്ഞു. കണ്ണിയത്ത് പറഞ്ഞു. ഇത് തന്നെ പിന്നെ ശൈഖാദം പറഞ്ഞു. ഇത് തന്നെ ശൈഖാദം ഹസ്രത്ത് പറഞ്ഞു. ഈ രണ്ട് വിരുത്തക്കെടും അവനുണ്ടാവുകയും ചെയ്തു ഈ ചേകനൂർ. അപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത് മുഅ്മിനായ മനുഷ്യന് ആ കൃത്യമായ എഴുത്ത് വായിക്കാൻ കഴിയും. മുഅ്മിനായ മനുഷ്യൻ ഇന്നലിൽ മുഅ്മിനി അർബഅത അയുൻ, ഒറ്റ നോട്ടങ്ങൾ നോക്കിയാൽ മതി. നോക്കിയാൽ തിരിയും. ആള് ശരിയല്ല വേഗം തിരിയും. ആൾക്ക് തിരിയും. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വ്യക്തമായ ഈ രേഖ വായിച്ചെടുക്കാൻ കഴിയും. ദജ്ജാലിൽ നിന്ന് എല്ലാവർക്കും തിരിയും എന്നല്ല, മുഅ്മിന് തിരിയും. അല്ലാഹു തആല അത്തരം പിന്തലമുറക്കാരെ നമുക്ക് നൽകട്ടെ. നമ്മുടെ മക്കളുടെ കാലത്തൊക്കെ അങ്ങനെ വരുമ്പോൾ അല്ലാഹു തആല അങ്ങനത്തെ ഒരു പിന്തുലമുറയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിഞ്ഞ് അവനിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു പിന്തുലമുറയെയും നേതാവായ ഇമാം മഹ്ദിയിലേക്ക് ചേരുന്നവരെയും അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. അപ്പോൾ ചുരുക്കത്തിൽ ഇതെല്ലാം ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഹബീബായ നബി പറഞ്ഞു. വേറെയും ഒരു തെളിവ് ഞാൻ പറയാം. ഇമാം തബറാനിയും ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫിലും രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ് കാണാം. ഹദീസ് സ്വഹീഹ് മുസ്ലിമിലും കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരീലുൽ മുൻഖരി,
മൂക്കിന്റെ ഓട്ടയും മൂക്കിന്റെ തട്ടയൊക്കെ കുറച്ച് വലിയ ആളാണ് ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി. അഅ്വറുൽ ഐനി, കോങ്കണ്ണനാണ്, ഒറ്റക്കണ്ണൻ, ഒരു കണ്ണോട്ട് മാത്രമേ കാണുകയുള്ളൂ. അരീലുൻ മുൻഖറാണ്, മൂക്കിന്റെ ഓട്ടയെ കുറിച്ച് മൂക്കിന്റെ ഈ തട്ടയൊക്കെ കുറച്ച് വലിയ ആളാണ്. മിസ്ല അബ്ദുൽ ഉസ്സൽ ഇബ്നു ഖതൻ, ഈ ഇബ്നു ഖതനെ പോലെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് ബേജാറായി. ഹബീബായ റസൂലുള്ളാഹി സദസ്സിലിരിക്കുന്ന ആളെ നിങ്ങൾ നോക്കൂ, അപ്പൊ വ്യക്തി തന്നെയാ, ഒരിക്കലും ഒരു വർഗ്ഗമല്ല. ഹബീബായ റസൂലുള്ളാഹി അങ്ങനെ പരിചയപ്പെടുത്തി, ഇങ്ങനെ സദസ്സിലേക്ക് ഒന്ന് നോക്കി എന്ന് പറഞ്ഞ ഈ അബ്ദുൽ ഉസ്സൽ ഇബ്നു ഖതനെ പോലെയുണ്ട് എന്ന് ഹബീബ നബി പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ബേജാറായി. അയാൾ കരയാൻ തുടങ്ങി. ഞാൻ അവനോട് സദൃശ്യമായത് എനിക്ക് വലിയ പ്രയാസം ഉണ്ടാവുമോ നബി എന്ന് ചോദിച്ചു. ഫഖാലല്ല, മനുഷ്യന്മാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാദൃശ്യമാവുമല്ലോ, നീ ബേജാറാണ്ട. അവൻ അന്ത മുസ്ലിമുൻ ഓ കാഫിറുൻ, നീ മുസ്ലിമാണ്, അവൻ കാഫിറ, പേടിക്കണ്ട എന്ന് ഹബീബ നബി പറഞ്ഞു. ഉറക്കെ പറ ഹബീബായ റസൂലുള്ളാഹി. വ്യക്തമാണ് കാര്യം, ആള് വ്യക്തിയാണ്, ഒരിക്കലും വർഗ്ഗമല്ല, ആള് വ്യക്തിയാണ്, ഒരൊറ്റ വ്യക്തിയാണ് ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി, യാതൊരു സംശയം വേണ്ട. ഇത് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് യാ റസൂലല്ലാഹ്, ഞാൻ ഇയാളെ പോലെയായത് എനിക്ക് വല്ല വിഷമവും ഉണ്ടാക്കുമോ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലല്ല അൻത മുസ്ലിമുൻ വഹുവ കാഫിറുൻ. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ ഇത് നമുക്ക് ആളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാനത് കോങ്കണ്ണൻ, ഒറ്റക്കണ്ണൻ ഇങ്ങനെയൊക്കെ എന്ന്. വേറൊരു ഹദീസ് കാണാം, സ്വഹീഹ് മുസ്ലിം അടക്കം രേഖം. അറാനിയ ലൈല ഫിൽ മനാമി അൻദൽ കഅബ ഫൈദാ റജുലുൻ ആദമു കഅസ്നി മാ തുറാ മിൻ ആദമി ദിജാൽ തദ്രിബു ലമ്മത്തുഹു ബൈന മൻകിബൈഹി رجل الشاري تقدر رأسه ماء واضعا يده على منكبي رجلين وهو يطوف بالبيت. ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു, നല്ല മുടി, ഇങ്ങനെ വാർന്ന മുടിയുള്ള ഒരാളിങ്ങനെ കഅബാലയം തവാഫ് ചെയ്യുന്നത് ഞാൻ കണ്ടു. നല്ല അതല്ല കേട്ടോ ദജ്ജാൽ മുടി ഇങ്ങനെ തൂങ്ങിയിറങ്ങിയ ആളല്ല, ദജ്ജാൽ ചുരുണ്ട മുടിക്കാരനാണ് ലഅനത്തുല്ലാഹി അലൈഹി. ഞാനിങ്ങനെ ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്, തുള്ളി ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. അങ്ങനത്തെ ഒരാൾ, നല്ല വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്ന, നല്ല വിയർപ്പ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നു. വാളിഅൻ യദഹു അലാ മൻകിബൈ റജുലൈനി, രണ്ടാളുടെ തൻ്റെ കയ്യെ രണ്ടാളുടെ ചുമലിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരാൾ തവാഫ് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ എൻ്റെ കൂടെയുള്ള സയ്യിദുനാ ജിബ്രീലിനോട് മന്നാദ, ആരാണ് ഈ തവാഫ് ചെയ്യുന്ന ആൾ? ഈസ ഇബ്നു മറിയമാണ്. അത് ഈസ ഇബ്നു മറിയമാണ് എന്ന് പുണ്യ റസൂൽ, എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞതായി പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വപ്നം കാണാം. ശ്രദ്ധിക്കണേ, അമ്പിയാക്കളുടെ സ്വപ്നം സത്യമാണ്. അതിന് വ്യാഖ്യാനം ഉണ്ടാകാം, ചിലതിനൊക്കെ വ്യാഖ്യാനം ഉണ്ടാകാം എന്ന്. റഅയ്തു റജുലൻ ജഅദൻ ഖാതിതൻ അഅ്വറൽ ഐനിൽ യുംനാ, വലത്തെ കണ്ണ് പോക്കായ ആൾ, വലത്തെ കണ്ണ് കാണൂല. രണ്ടാളെ തോളിന് കൈവച്ചിട്ട് വേറൊരാള് അതിന്റെ പിന്നാലെ അതുപോലെ തന്നെ നടക്കുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ ഫഖുൽതു മൻ ഹാദാ, വേറെ മുടിച്ചടക്കുത്തിയ മുടി ചുരുണ്ട വേറൊരാൾ ബാക്കിൽ ഇങ്ങനെ പോകുന്നുണ്ട്, കണ്ടാൽ തന്നെ ഒരു ഭീകരരൂപി. അപ്പോൾ ഞാൻ ചോദിച്ചു മൻ ഹാദാ, അപ്പോൾ പറഞ്ഞു അൽ മസീഹു ദജ്ജാൽ, അത് മസീഹു ദജ്ജാലാണ് എന്നും ഞാൻ കണ്ടു എന്ന് സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. ചുരുക്കത്തിൽ ദജ്ജാൽ എന്ന ആള് വ്യക്തിയാണ്, ഒരു സമൂഹമല്ല, ഒരു വർഗമല്ല എന്ന് ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമായി നമുക്ക് ആക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പരിചയപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് മറ്റു ചില എവിടുന്ന് പുറപ്പെടും, എന്ത്, എങ്ങനെ, ആര് പ്രൊജക്റ്റ് ചെയ്യും, ആരാണ് അതിൻ്റെ ആളുകൾ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യും. സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവങ്ങളെ മൊത്തം പുരസ്കരിച്ച് പറഞ്ഞ ഒരു ഹദീസ് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറയാം. ഉണ്ടായിത്തീരുന്ന ഒരു കൂട്ടത്തിൽ നോക്കുന്നു, മാ ബൈന ആദമ ഇലാ ഖിയാമിസ് സാഅ ഫിത്നത്തുൻ അക്ബറ മിനദ് ദജ്ജാൽ എന്ന് പുണ്യ റസൂൽ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കാലത്തിനിടയിൽ ദജ്ജാലിനേക്കാൾ ഭയാനകമായ ഒരു ഫിത്ന ഉണ്ടാവുകയില്ല എന്ന് പുണ്യ റസൂൽ. അതുകൊണ്ടാണ് അവൻ ഇറങ്ങുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പ് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്ന് അത്തഹിയ്യാത്തിൽ ഓടാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നല്ലോണം ചിന്തിക്കണം. മാ ബൈന ആദമ ബൈന ഖിയാമിസ് സാഅ ഫിത്നത്തുൻ അശദ്ദ മിൻ ഫിത്നത്തിദ് ദജ്ജാൽ അക്ബറ മിൻ ഫിത്നത്തിദ് ദജ്ജാൽ.
അതായത് സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാളിന്റെ ഇടയിൽ ദജ്ജാലിനേക്കാൾ ഭീകരമായ ഒരു കുഴപ്പമുണ്ടാക്കുന്ന ആൾ ഉണ്ടാവില്ല എന്ന്. അപ്പൊ എത്രയായിരിക്കും അത്? അപ്പൊ അത് എത്രയായിരിക്കും? കാരണം ഇന്ന് ഭൂമിയിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ കുഴപ്പങ്ങളൊക്കെ എത്ര വലുതാണ്. അതെല്ലാം ദജ്ജാലിന്റെ കുഴപ്പത്തിലേക്ക് ചേർത്താൽ അതെല്ലാം നിസ്സാരമായിരിക്കും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ഹദീസ് മാ മിൻ നബിയ്യിൻ ഇല്ലാ ഖദ് അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദാബി. ഏതൊരു നബിയും ഈ ഒറ്റക്കണ്ണനെ കുറിച്ച് പറയാത്തൊരു നബിയും ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പുണ്യ റസൂൽ. മാമിൻ നബി കേട്ടോളൂ, ഈ ഹദീസും ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാമിൻ നബിയിൻ ഇല്ലാ ഹുവ ഇല്ലാ ഖദ് അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദാബ്. ഈ ഒറ്റക്കണ്ണൻ, ശ്രദ്ധിക്കണേ, ഈ ഒറ്റക്കണ്ണനെ കുറിച്ച് ഭയപ്പെടുത്തി പറയാത്ത, തന്റെ ജനത്തെ ഭയപ്പെടുത്തി പറയാത്ത, ഭയപ്പെടുത്തി അറിയിക്കാത്ത ഒരു പ്രവാചകൻ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് സയ്യിദുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്രയും ഭയാനകമാണ് അവന്റെ ഫിത്ന, അത്രയും ഭയാനകമാണ്.